ഞാനും നല്ല ഫിറ്റാണല്ലോ, ട്രാക്കിലൊക്കെ ഉണ്ട് നല്ല. അപ്പം അവിടെ റൊമാന വെച്ചാൽ ഞാൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുവായിരുന്നു പുള്ളിക്കാരത്തി. ഞാനൊന്നും ഇതൊന്നും മനസ്സിൽ വെച്ചുമില്ല. പക്ഷേ ഞാനൊരു പാര വെച്ചു എന്ന് പുള്ളിക്കാരത്തി ഇവിടെ. കാരണം 2 നായികമാർ വേറെ വന്നു തമിഴിൽ, ആ തെലുങ്കിൽ നിന്ന്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം മാറി. ഇത് ആരോ പാര വെച്ചതാണ്, ഞാനാണിത്, എനിക്കിതൊക്കെ അറിയാമെന്ന്. അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു, സുധീറാണ് ഇതിൻ്റെ പിന്നിൽ നിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടാനുള്ള കാരണം. അങ്ങനെ എന്നെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ ഇവർ പറഞ്ഞു. അതിനെതിരെ ഞാൻ ഈ ഡാൻസ് ക്ലാസ് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോൾ ഉടനെ ഇവരുടെ മദർ പറഞ്ഞു, നീ പറഞ്ഞടാ, നീ പറഞ്ഞ ഈ പടത്തിൽ വെക്കണം, നീ കാരണമാണ് എൻ്റെ മോക്ക് വേഷം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാടാ, എന്താ ചെയ്യേണ്ടതെന്നറിയാം, എന്നെപ്പറ്റി നിനക്ക് അറിഞ്ഞുകൂടാ. അവിടെ വെച്ച് വാണിംഗ് തന്നു. അവിടെ ഒരു വാണിംഗ് ഭീഷണിപ്പെടുത്തിട്ട് പോയതാ. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്, നിങ്ങളൊരു നടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്തോ ചെയ്തു. ആ സമയത്ത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയെന്നോ? കൂടെ വന്നിട്ട് ഞെട്ടിപ്പോയെന്നോ? ചേട്ടാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ നടിയുടെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ WCCക്കെതിരെ കേസ് കൊടുത്ത ഇങ്ങനെ ഈ ഹേമ കമ്മീഷന് ഇങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ച ആളാണോ? ഒരിക്കലുമല്ല. അവരൊന്നും മലയാള സിനിമയുടെ ഭാഗമേ അല്ല. ഈ പറയുന്ന ഐഡിയ ഒന്നുമില്ല. അവരുടെയൊക്കെ സിനിമയല്ല അവരുടെ ഗെയിം വേറെയാണ്. സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ. അത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതിനെപ്പറ്റി എന്തെങ്കിലും ഓപ്പോസിറ്റ് സാധനം അവർ പ്രതികരിക്കട്ടെ, വെല്ലുവിളിക്കുക. പ്രതികരിച്ചാൽ ക്രൈം നന്ദമാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി. എനിക്ക് എൻ്റെ മക്കൾ 2 പേര്, അവർ നല്ല കാനഡയിൽ നല്ല അന്തസ്സായിട്ട് പഠിച്ച് ജോലി ചെയ്യുന്നു. എന്താണ്ട് പ്രിയ, അവൾ സേവ. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോലെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മടിയിൽ കനവില്ല, പിന്നെ എന്തിനാ ഞാൻ വഴി പായിക്കണം? കനവുള്ളവൻ പേടിച്ചാൽ മതി. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും പേടിക്കേണ്ട. ഞാൻ ഇല്ലീഗലായിട്ട് ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അന്നന്ന് ചില ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും പോയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് വരും. കാരണം എനിക്കറിയില്ല എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഉടനെ ഞാൻ വിളിച്ചിട്ട് അടുത്ത് ഇവിടെ ഒരു 10,000 രൂപ ഇടൂ. ഇന്നും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന അതിൽ ഞാൻ ഹാപ്പിയാണ്. ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ട് അല്ലേ? എനിക്ക് അതാണ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ. ആണുങ്ങളും ഇവിടെ ചോദിച്ചാൽ മതി, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒത്തിരി പേര് എനിക്ക് ഫ്രണ്ട് സർക്കിളുണ്ട്. അതിലെല്ലാം എനിക്കൊരു വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ താങ്കൊണ്ട് നടക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ താങ്ങ് നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബന്ധങ്ങളല്ലേ. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതൊരു ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. രാത്രി മുഴുവൻ എൻ്റെ കൂടെ ചിലപ്പോൾ കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. ഞങ്ങൾ അല്ലേ ഒരുമിച്ച് പുറത്തു പോകും എല്ലാം. ഇത് പറയുന്ന പോലെ രമ്യ പറയുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കാണുന്ന പോലെ നല്ല പ്രായമുണ്ടേ രണ്ടുപേർക്കും. മക്കളൊക്കെ കാനഡയിലാകുമ്പോൾ മക്കളെ ഞങ്ങൾ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞാൽ ഈ ചിങ്ങം അവസാനം അതിന് എനിക്ക് ഞാൻ 40ലേക്ക് കടക്കും. ഇവള് 34. അത്രേ തോന്നിക്കുള്ളല്ലോ. എന്നാ ഉറപ്പിച്ചോ സ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ട് പിടിക്കണ്ട. ഞാനല്ല ഇവിടെ പറഞ്ഞത് അല്ലേ? അസുഖമുണ്ടല്ലേ? അസുഖമല്ല, കുറച്ച് അതുകൊണ്ട്. പക്ഷെ എനിക്ക് ചേച്ചിന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടാ തോന്നില്ല ചേച്ചിന്നൊന്നും വിളിക്കാൻ. അപ്പോ ഞാൻ പ്രിയാന്നാ വിളിക്കുന്നത്. ചേട്ടാ ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, പവർ ഹീറ്റർ ആണോ? അത് മനസ്സിലായി. ക്രിക്കറ്റിലാണോ? ക്രിക്കറ്റിലല്ല, ഇപ്പം കുറച്ച് പവർ എന്നുള്ളൊരു പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മീഷനിൽ പവർ എന്താണ്? പവർ ടീം 15 അംഗ ടീമിലുണ്ടോ? അല്ല ഞാൻ ചോദിച്ചത്, ഒരു ഓഡിയോ കേട്ടു. മോനെ ഈ നമ്മളെ എന്നെ ആരെങ്കിലും പീഡിപ്പിച്ചാലേ ഉള്ളൂ സിനിമയിൽ. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ഒരാളെ ഇന്ന് വരെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു നടിയുടെ ഈ കഥയെ മുട്ടാനോ പിന്നെ അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കാമല്ലോ, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കണം. കാരണം അന്നത്തെ എന്തെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കുട്ടി അവൾക്ക് ഗതികേട് കൊണ്ട് വരുന്നതാണ്. അവരെ നമ്മളെന്തെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട്, ഞാൻ ഒരുപാട് നടിമാരെ എൻ്റെ സുഹൃത്തുക്കളെ ഇതേ അവർക്കൊരു വേഷം കൊടുക്കുക ഏട്ടാ, എന്താ സുധീറെ, ഒന്നുമില്ല പാവ ഗതികേട്, അവരിങ്ങനെ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് വേഷം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ നിനക്ക് റെക്കമെൻഡ് ചെയ്തല്ലേ, നീ എൻ്റെ കൂടെ വരിക അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടത് അങ്ങനെ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണല്ലോ ക്യാൻസർ വന്നിട്ടും, അതായത് 4th സ്റ്റേജായിട്ടും ഇപ്പോഴും സർവൈവ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ കയറിയല്ല, ഇനിയിപ്പം എന്താണെന്നറിയാം, എന്തെങ്കിലും വരുന്നെങ്കിൽ വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്കപ്പ് പോലും ചെയ്യാറില്ല. ഇപ്പം
അത് എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണ ആവശ്യമില്ല, വരുന്നെങ്കിൽ വരട്ടെ, മതി. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കൾ അവർ സേഫായി, മക്കൾ അവരെ നോക്കിക്കോളും. ഇത്ര നാളും ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു. സിനിമയുണ്ട് അത്യാവശ്യം, എവിടെയെങ്കിലും ലൊക്കേഷൻ കിടന്ന് ഏതെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴോ എവിടെയെങ്കിലും അന്തസ്സായിട്ട് വീണ് മരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചത്. കാര്യം നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ ഉള്ള ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം നാറിയില്ലേ ഇപ്പം? നാറി എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തർ വിളിച്ച് എന്നെ കളിയാക്കുന്ന പോലെ, ഇതാണ് എല്ലാം കോഴികളല്ലേ നിങ്ങൾ. പിന്നെ ഇന്ന് രാവിലെ കേട്ടില്ലേ, ഇത് എന്തൊക്കെയോ എവിടേക്കോ നടന്നതുകൊണ്ട് എല്ലാവരും പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അവസ്ഥയിലേക്ക് വരും. എനിക്കൊരു ഓഡിയോ കേൾക്കേണ്ടി വന്നു, സോറി. ഞാൻ കേട്ടത് വേണമെന്നില്ല, ചേട്ടൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വോയിസിലിങ്ങനെ അയച്ചത്, ആ 15 ടീമിൽ താങ്കളും ഉണ്ടോ എന്നോ ഒരു കളിയാക്കൽ രീതിയിലാണ് ചോദിച്ചത്. ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാനൊന്ന് ചിരിച്ചു കളഞ്ഞു. രണ്ടാമത് ചോദിച്ചു, പിന്നെ ഞാൻ എഴുതി, പിന്നെ വോയിസ് അയച്ചു. അപ്പം ഞാൻ പ്രതികരിച്ചാണ്. മനസ്സിലായില്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന അവരുടെ കഥയുമുട്ടുണ്ട്, അല്ല അവിടെ പോകേണ്ട കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വെളിയിലുണ്ട്. എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചയ്ക്കാണ് പറഞ്ഞത്, അവരുടെ കൂടെ പോവുകയും ചെയ്യും. അതിന് എനിക്ക് എൻ്റെ ഭാര്യയെ ബോധിപ്പിച്ചാൽ പോരെ. അതെ, എനിക്ക് വേറെ ആരുടെയും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. ഒരിക്കലും അവരെ ചെയ്യാനും പോയിട്ടില്ല. അവർ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അല്ല പിന്നെ എന്ത് പറയാൻ, എന്ത് തന്നാലും ചിലപ്പോൾ തല്ല് തന്നാലും സ്വീകരിക്കും. ഞാൻ സ്വീകരിച്ചു. സോ അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പം ഞാൻ നല്ലവനാന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇത് ആരെ വെക്കാനാ, ആരെ ബോധിപ്പിക്കാനാ? എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയും എൻ്റെ തന്തയും തള്ളയൊക്കെ ബോധിപ്പിച്ചാൽ പോരെ. പിന്നെ എനിക്ക് പുറത്ത് ആരെയും ഞാൻ ബോധിപ്പിക്കണ്ടേ? പറ. ഈ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഒമർലുലുക്കയും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് തന്നെ താഴെ പവർ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്സ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഒമർലുലുക്കയുടെ 2 മാസം 3 മാസം മുമ്പ് ഒരു കേസ് സിനിമയായിട്ട് ബന്ധപ്പെട്ട്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ലേഡി കൊടുക്കുകയുണ്ടായി. ഈ സിനിമയാണോ എന്തോ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാവരോടും ഒന്നിച്ച് വന്നപ്പോൾ ഈ കമൻസ് കേരളക്കാർക്ക് കമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനകത്ത് ചേട്ടൻ്റെ പേരും കൂടെ വന്ന് പവർ ഹീറ്റേഴ്സ് എല്ലാം ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നു. അടിപൊളി കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യം അത്. കാരണം ഈ ഒമർലുലു ആരെങ്കിലും എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വേണ്ടെന്ന് പറയാൻ പുള്ളി ആണല്ലേ. ഇത് പ്രകൃതിയുള്ള കാലം മുതലുള്ളത്. ആണും പെണ്ണും സംഗമിച്ചുകൊണ്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഒമർലുലു അയാളെ അതെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി ആണാണ്. അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനെ കുറ്റം പറയാൻ ഈ പറയുന്നവർക്ക് എന്താ അധികാരമുള്ളത്? ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം, ഇതാരാണ് 15 പേര്, ഇത് ആരുടെയൊക്കെ റൂമിലാണ് ആരൊക്കെ തട്ടിയത്, ആരൊക്കെ ആരുടെ കൂടെ, ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്, വ്യഗ്രതയാണ്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്, അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത്, പടമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പോൾ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എനിക്ക് ആരും നീതി തരും?